ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ZI ഓട്ടോമാറ്റിക് മോഡൽ വാഹനവുമായിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത്. നിലവിൽ ഡീസലിൽ 1,48,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. പുതിയ ഇൻഷുറൻസും നിലവിലുണ്ട്. ഈ വാഹനം ഇപ്പോഴും ഉള്ളത് ഒരു ഷോറൂം കണ്ടീഷനായിട്ട് തന്നെയാണ്. എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ബോഡിയിൽ കാണാൻ കഴിയില്ല. ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗം നോക്കാം നമുക്ക്. ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ലൊരു വാം വൈറ്റ് കളറും ബ്ലാക്കും മിക്സഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് കാണാൻ കഴിയുന്നത്. ആ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്രയും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ കമ്പനി തരുന്ന സ്റ്റീരിയോ, അതുപോലെ തന്നെ സൈഡിലൊക്കെ ആണെങ്കിലും ചെറിയതായിട്ടുള്ള അൾട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രീമിയം ലെതറിൻ്റെ സീറ്റ് കവർ തന്നെയാണ് ഉള്ളത്. ഫ്ലോറിലായാലും നല്ല ഫോർമാറ്റൊക്കെ വിരിച്ച് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. AC ഒക്കെ പക്ക കൂളിംഗ് ആണ്. ഇത് ബട്ടൺ സ്റ്റാർട്ടാണ് വണ്ടി. ഇപ്പോൾ പാസഞ്ചർ സൈഡ് നോക്കാം. അവിടെയും തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ കഴിയുന്നത്. കറയൊന്നുമില്ല. വാം വൈറ്റ് കളറൊക്കെ നല്ല പളിച്ചെന്നിരിക്കുന്നുണ്ട്. ആ പുതിയൊരു വണ്ടിയുടെ ആ ഒരു ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇപ്പോഴും ഉള്ളത്. മൊത്തത്തിൽ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഗുഡ് കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇഞ്ചൻ ഭാഗം നോക്കാം. എൻജിൻ ഭാഗം നോക്കുമ്പോഴും നല്ലൊരു പുതിയ വണ്ടിയുടെ ആ ഒരു ഇഞ്ചൻ റൂം തുറക്കുന്ന പോലെ തന്നെ അത്രയും നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയും തന്നെ ഒരു ഓയിൽ കറയോ ഒന്നും തന്നെ ഇല്ല. ആ ഷോറൂം കണ്ടീഷനിലുള്ള വാഹനം പോലെ തന്നെയാണ്. പിന്നെ മാരുതിയുടെ വണ്ടികൾക്കൊക്കെ പ്ലംബർമിൽ വരുന്ന സീലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്തില്ല എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആ കമ്പനി തന്ന പേസ്റ്റിങ് തന്നെയാണുള്ളത്. ഒരു നല്ല ഇഞ്ചിൻ റൂം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വണ്ടി ആ ഷോറൂം കണ്ടീഷനിൽ സർവീസ് ചെയ്ത് പോകുന്ന ഒരു വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഡിക്കി ഭാഗം നോക്കുമ്പോഴും തന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ ലഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ടയർ എന്ന് പറയുകയാണെങ്കിൽ ഫുൾ ടയറാണ്, സ്റ്റെപ്പിനി ടയർ. പിന്നെ അതിൻ്റെ നാലുപുറവും എവിടെയും ഒരു ചെളിയോ കറയോ ഒന്നും തന്നെ ഇല്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 60% ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. ബോഡിയിലോ കാര്യങ്ങളിലോ എവിടെയും ഒരു സ്ക്രാച്ച് പോലും കാണുന്നില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ആയാലും നല്ല പളിച്ചെന്നിരിക്കുന്ന ഹെഡ്ലൈറ്റാണുള്ളത്. അതുപോലെ തന്നെ ആ ഇൻറ്റീരിയറൊക്കെ പുറം ഭാഗമൊക്കെ നല്ല അൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ 4 ടയറുകളും അലോയ് വീൽ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡിയിലായാലും നല്ല അൾട്രേഷൻ വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ വണ്ടി കാണുമ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി ഇറക്കുന്ന ആ ലുക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബ്രേക്ക് ലൈറ്റ് ആയാലും ഒരു മങ്ങലുമില്ല. ഒരു പുതിയ വണ്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ ബ്രേക്ക് ലൈറ്റിനെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസർ ഉണ്ട്, ക്യാമറ ഉണ്ട്. എല്ലാം അടങ്ങിയ ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 6,35,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മണ്ണാർക്കാട്ടുകാരൻ ചാനൽ കണ്ടിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴോ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവരുമായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കുക, ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.